രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1943 ആ സംഭവം നടന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന തകർന്ന പാലവും ലോക്കോമോട്ടീവ് എഞ്ചിനും പ്രമാദമായ ഒരു യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. പൊതുവെ തന്നെ അതീവ സുന്ദരമായ രാജ്യമാണ് ബോസ്നിയയെങ്കിലും അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട നഗരങ്ങളിലൊന്നാണ് ജബലാനിക്ക. സരായോവിൽ നിന്നും വരുമ്പോൾ ഇവാൻ സദിലോ ചുരമിറങ്ങിയെത്തുന്ന നരേത്വ താഴ്വരയിലാണ് ഈ കൊച്ചു മുനിസിപ്പാലിറ്റി. മലകൾക്കും തടാകങ്ങൾക്കും ഇടയിലൂടെ ഇങ്ങോട്ടേക്കുള്ള യാത്ര തന്നെയാണ് സഞ്ചാരികളെ പിടിച്ചു നിർത്തുക. നരേത്വ നദിയും ജബലാനിക്ക തടാകവും ഒട്ടനേകം മലനിരകളും അതിരിടുന്ന വഴിയിൽ അങ്ങിങ്ങായി ഒറ്റപ്പെട്ട ഗ്രാമങ്ങളും കടന്നു വരുന്നുണ്ട്. മലഞ്ചെരിവുകൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും മുന്നോട്ടു പോകുന്ന ഈ റോഡിന്റെ ഒരു ഭാഗം കിലോമീറ്ററുകളോളം നദികളും തടാകങ്ങളുമാണ്. സരായോവിൽ നിന്ന് 2 മണിക്കൂർ സമയമെടുത്താണ് ഞാൻ സഞ്ചരിച്ച ബസ് ജബലാനിക്കയിലെത്തിയത്. മോസ്റ്റാറിലേക്കുള്ള വഴിയിൽ പ്രധാനമായും സഞ്ചാരികൾ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന ഇടത്താവളമാണ് ജബലാനിക്ക. ബോസ്നിയ, സ്ലോവേനിയ, സെർബിയ, ക്രൊയേഷ്യ, മാസിഡോണിയ, മോണ്ടിനെഗ്രോ എന്നീ രാജ്യങ്ങൾ യൂഗോസ്ലാവ്യ എന്ന ബാനറിൽ അണിനിരന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിന്റെ ആദ്യഘട്ടത്തിൽ ഒരു രാജവംശമായിരുന്നു യൂഗോസ്ലാവ്യയെ ഭരിച്ചത്. രണ്ടാം ഘട്ടം മുതൽക്കാണ് ലോകം അംഗീകരിച്ച ഒരു കരുത്തൻ കൂട്ടായ്മയായി യൂഗോസ്ലാവ്യ മാറുന്നത്. ഇന്ത്യ ഉൾപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ മുന്നണിയിൽ യൂഗോസ്ലാവ്യയും അക്കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു. ആദ്യം സോഷ്യലിസ്റ്റ് ചേരിയിലും പിന്നീട് ജനാധിപത്യ രാജ്യമായും 58 വർഷം നീണ്ടുനിന്ന ഈ കൂട്ടായ്മയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയ നഗരം കൂടിയാണ് ജബലാനിക്ക. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1943 ആ സംഭവം നടന്നത്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ശക്തികളുടെ ക്രൂരമായ അധിനിവേശത്തിന് കീഴിലായിരുന്നു യൂഗോസ്ലാവ്യ അന്ന്. ജോസിഫ് ബ്രോസ് ടിറ്റോയുടെ നേതൃത്വത്തിൽ പാർട്ടിസാൻസ് എന്ന പേരിൽ യുവാക്കൾ രൂപീകരിച്ച സൈന്യം ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും പട്ടാളത്തെ രാജ്യത്തുടനീളം നേരിടുന്ന കാലം. ബാൽക്കൻ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹിറ്റ്ലർ തുരത്തിയ സൈന്യം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നരേത്വ നദിയുടെ അങ്ങേക്കരയിലെ മലഞ്ചെരിവിലായിരുന്നു ഒടുവിൽ തമ്പടിച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്ന തകർന്ന പാലവും ലോക്കോമോട്ടീവ് എഞ്ചിനും പ്രമാദമായ ഒരു യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. പരിക്കേറ്റവരുൾപ്പെടെ ടിറ്റോയുടെ സൈനികരും പൊതുജനങ്ങളും നദിയുടെ അങ്ങേക്കരയിലും ഇപ്പുറത്ത് നാസിപ്പടയും. ഹിറ്റ്ലറുടെ പട്ടാളം നദി കടന്ന് അക്കരയിലേക്ക് ചെന്നാൽ ആയുധങ്ങൾ തീർന്നു തുടങ്ങിയ പാർട്ടിസാനുകൾക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെയൊരു തോൽവി സംഭവിച്ചിരുന്നുവെങ്കിൽ പിന്നീട് യൂഗോസ്ലാവ്യയെ മുന്നോട്ട് നയിക്കാൻ ജോസിഫ് ടിറ്റോ ബാക്കിയുണ്ടാവുമായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് നദിക്ക് കുറുകെയുള്ള പാലം ബോംബിട്ട് തകർക്കാൻ ടിറ്റോ ഉത്തരവിട്ടത്. അതോടെ മറുകരയിലേക്ക് കടക്കാൻ വഴിയില്ലാതെ നാസിപ്പട തിരികെ പോയി. മറ്റൊരു വഴിയിലൂടെ അക്കരെ എത്താനായിരുന്നു അവരുടെ ശ്രമം. ഒട്ടും വൈകാതെ തന്നെ ടിറ്റോയുടെ എഞ്ചിനീയർമാർ പുതിയൊരു മരപ്പാലം കെട്ടിയുണ്ടാക്കി പാർട്ടിസാൻ അംഗങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ കഥകളൊക്കെ വിശദീകരിക്കുന്ന ഒരു മ്യൂസിയം ഇവിടെയുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവിടെ എത്തുമ്പോൾ മറക്കരുത്. നാം ഈ കാണുന്ന പാലവും അതിൽ കുടുങ്ങിപ്പോയ ട്രെയിനുമൊക്കെ പിൽക്കാലത്ത് ഹോളിവുഡിൽ നിർമ്മിക്കപ്പെട്ട ബാറ്റിൽ ഓഫ് നരേത്വ എന്ന സിനിമയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചവയാണ്. സിനിമയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം തീവണ്ടി എഞ്ചിനും അവരുണ്ടാക്കിയ മരപ്പാലവും ഇവിടെ ഒരു സ്മാരകം എന്ന നിലയിൽ ബാക്കിയിടുകയാണ് ഉണ്ടായത്. ബോസ്നിയ എന്ന രാജ്യത്തിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ താഴ്വരയിലേക്കുള്ള യാത്ര ഒരു നിമിഷം പോലും സഞ്ചാരിയെ മുഷിപ്പിക്കുന്നില്ല. ഒരു ഭാഗത്ത് മലകളാണെങ്കിൽ മറുഭാഗത്ത് നദികൾ. പ്രകൃതി ഇത്രയേറെ കനിഞ്ഞ് അനുഗ്രഹിച്ച കാഴ്ചകളുള്ള അപൂർവം റോഡുകളെ ലോകത്തുണ്ടാവാനിടയുള്ളൂ. ജബലാനിക്കയിൽ നിന്നും മോസ്റ്റാറിലേക്കുള്ള വഴിയിലാണ് ആടുകളെ ചുട്ടു നൽകുന്ന റെസ്റ്റോറന്റുകൾ. ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും ഈ റെസ്റ്റോറന്റുകളിൽ കയറാതെ പോകരുത്. ഒന്നും രണ്ടുമല്ല, നിരവധി റെസ്റ്റോറന്റുകളാണ് ഇക്കാര്യത്തിനു വേണ്ടി ഇവിടെയുള്ളത്. രാവിലെ മുതൽ വളരെ നേർത്ത തീയിൽ മണിക്കൂറുകളെടുത്താണ് ഈ ബേക്കിംഗ് പൂർത്തിയാകുന്നത്. രാവിലെയും വൈകുന്നേരവുമായി 2 തവണ ബേക്കിംഗ് നടക്കുന്ന റെസ്റ്റോറന്റുകളുമുണ്ട്. 60 ബോസ്നിയൻ ദിനാർ, അതായത് 120 UAE ദിർഹം കൊടുത്താൽ 1 കിലോ ചുട്ടെടുത്ത ആട്ടിറച്ചി അതിനോടൊപ്പമുള്ള ബ്രെഡും സലാഡും സഹിതം തീന്മേശയിലെത്തും. ഇതേക്കുറിച്ച് പറയാൻ തോന്നുന്ന മറ്റൊരു വിശേഷം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ മുളകും മസാലക്കൂട്ടുകളും മറ്റും തേച്ചു പിടിപ്പിച്ചതിന് ശേഷമല്ല ഇവിടുത്തെ ബേക്കിംഗ്. വളരെ ലളിതമാണെങ്കിലും അസാധ്യമായ രുചിയാണ് ഈ ചുട്ട മട്ടന്റേത്. തൊട്ടടുത്ത പട്ടണമായ മോസ്റ്റാറിലേക്ക് കഷ്ടിച്ച് 1 മണിക്കൂറിന്റെ യാത്രാ ദൈർഘ്യമേ ഇവിടെ നിന്നുള്ളൂ. സരായോവിൽ നിന്നും പുറപ്പെടുമ്പോൾ കഴിവതും ഉച്ചയ്ക്ക് 1 മണിയോടെ തന്നെ യാത്ര തിരിക്കാൻ ശ്രദ്ധിക്കുക. ജബലാനിക്ക മ്യൂസിയം 4 മണിയോടെ അടക്കുന്നുണ്ട്. നേരമിരുട്ടിയാൽ ഈ യാത്ര സമ്മാനിക്കുന്ന വഴിയോര കാഴ്ചകൾ നഷ്ടപ്പെടുകയും ചെയ്യും. ശൈത്യകാലത്തിന്റെ തുടക്കത്തോടെ നദികളിലെല്ലാം പൊതുവെ വെള്ളം നിറയുന്ന കാഴ്ചയാണ് ബോസ്നിയയിലെങ്ങും.
മോസ്റ്റാറിന് ചുറ്റും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പലതിലും ആളനക്കമുണ്ടാവാറില്ല. നമുക്കത് ഒരൽപ്പം വിചിത്രമായി തോന്നും. സഞ്ചാരികൾ കാഴ്ച കാണാനായി വന്നു നിൽക്കാറുള്ള ഇടങ്ങളിലേക്കെല്ലാം വെള്ളം കയറുന്നതും ജലപ്രവാഹത്തിന്റെ തീവ്രത കൂടുന്നതുമാണ് പൊതുവെ ഈ സമയത്ത് ഓഫ് സീസൺ ആയി മാറുന്നതിന്റെ കാരണം. അത്യാവശ്യം ഹോട്ടലുകളും കഫേകളും ഇരുകരകളിലും ഉണ്ടെങ്കിലും ഒരൽപ്പം പോലും മാലിന്യം അവരാരും ഈ തോട്ടിലേക്ക് തുറന്നുവിടുന്നില്ല. ബോസ്നിയയിൽ എവിടെ ചെന്നാലും നദീജലം സംരക്ഷിക്കുന്ന കാര്യത്തിൽ അന്നാട്ടുകാർ നൽകുന്ന സവിശേഷമായ ഈ പരിഗണന നമുക്ക് അനുഭവിച്ചറിയാനാവും. മോസ്റ്റാറിന്റെ തൊട്ടടുത്ത ഗ്രാമമായ ബ്ലഗായിലുമുണ്ട് ഇതുപോലൊരു കാഴ്ച. ജേർണിസ്റ്റിനിത് മനോഹരമായ അനുഭവമായാണ് മാറിയത്. ബ്ലഗായിലെ സൂഫി മഠത്തിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത കരുത്തോടെയാണ് ബെലീസ് മലയുടെ ചുവട്ടിൽ നിന്നും ബുന നദി കുത്തിയൊഴുകി പുറത്തേക്ക് വരുന്നത്. 16-ാം നൂറ്റാണ്ടിലെ സൂഫി വര്യന്മാർ ധ്യാനത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത ശാന്തസുന്ദരമായ ഈ മഠം ബ്ലഗായി ടെക്കെ എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തലച്ചൊഴുകുന്ന നദിയുടെ ശബ്ദം അവരുടെ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്തിയിട്ടുണ്ടാവാം. അത്രയ്ക്ക് ശബ്ദമുഖരിതമാണ് ഇവിടം. ബെലീസ് മലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗം കഴിഞ്ഞാലുടനെ ചെറിയൊരു വെള്ളച്ചാട്ടവും ഇവിടെയുണ്ട്. മഠത്തിലേക്ക് കയറി വരുന്നിടത്ത് ജീവനുള്ളതിനെയെല്ലാം അവൻ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന വിശുദ്ധ ഖുർആനിലെ വചനം എഴുതി വെച്ചത് കാണാം. ദൈവത്തെക്കുറിച്ച് പറയാനായി സൂഫികൾ ഉപയോഗിക്കുന്ന ചില സംജ്ഞകളുടെ കാലിഗ്രഫിയും ചെറിയൊരു മസ്ജിദും ഇവിടെയുണ്ട്. ബാൽക്കൻ മേഖലയിലേക്ക് ഉസ്മാനിയ ചക്രവർത്തിമാർ കടന്നുവന്ന കാലത്തെ കൂടിയാണ് ഈ മഠം അടയാളപ്പെടുത്തുന്നത്. 13-ാം നൂറ്റാണ്ടിലെ സൂഫി ദർബീഷും ഒപ്പം പടയാളിയുമായിരുന്ന സാരി സാൾട്ടിക്കിന്റെ മൃതികുടീരം ഈ മഠത്തിനകത്തുണ്ട്. എന്നാൽ ബാൽക്കൻ മേഖലയിൽ ചുരുങ്ങിയത് അദ്ദേഹത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന 12 മൃതികുടീരങ്ങളെങ്കിലും ഉണ്ടെന്നാണ് ജേർണിസ്റ്റിന് മനസ്സിലാക്കാനായത്. ബക്താശി പരമ്പരയിൽപ്പെട്ട സൂഫി വര്യനായിരുന്നു അദ്ദേഹം. അൽബേനിയയും കൊസോവോയും അടങ്ങുന്ന ബാൽക്കൻ മേഖലയിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് സാൾട്ടിക്കായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്നാണ് സാൾട്ടിക്ക് ഡ്രാഗണുകളെ എതിരിട്ട് കൊന്നുവന്ന കഥ. മറുഭാഗത്ത് പ്രദേശത്തെ ക്രിസ്ത്യാനികളുടെ സങ്കല്പങ്ങളിലും രക്ഷകനായാണ് ഇദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. മതാതീതമായി എല്ലാവരെയും സംരക്ഷിക്കുന്ന ഈ ദിവ്യപരിവേഷം ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്ന സുപ്രധാനമായ ഘടകം കൂടിയാണ്. ബോസ്നിയയിലെത്തുന്ന സഞ്ചാരികൾ ഏറ്റവും അധികം ക്യാമറയിൽ പകർത്തുന്ന ഇടങ്ങളിലൊന്നാണ് ബ്ലഗായി ടെക്കെ. അതിന്റെ കരയിലുള്ള റെസ്റ്റോറന്റുകളിൽ പലതും പാതി വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഈ നദിക്കരയിലുമുണ്ട് ബോസ്നിയയുടെ മറ്റൊരു ഭക്ഷണ പെരുമ. ശുദ്ധജലത്തിൽ വളരുന്ന ട്രോട്ട് മത്സ്യം പാകം ചെയ്തു തരുന്ന ഈ റെസ്റ്റോറന്റുകളും മലയാളിക്ക് വേറിട്ട പാചകാനുഭവമാണ് സമ്മാനിക്കുക. മുളകോ മഞ്ഞളോ മസാലയോ ചേർക്കാതെ പൊരിച്ചെടുക്കുന്ന ഈ ട്രോട്ടുകൾക്കുമുണ്ട് ജബലാനിക്കയിലെ ചുട്ട മട്ടനെ പോലെ വേറിട്ടു നിൽക്കുന്ന ഒരു പ്രത്യേക രുചി. കൈകൊണ്ട് തൊടാതെയാണ് ഇവിടെ മീനിന്റെ മുള്ള് വേർപ്പെടുത്തി തരുന്നത്. ബ്ലഗായിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ക്രാബീസ് വെള്ളച്ചാട്ടം കുത്തൊഴുക്ക് മൂലം അങ്ങേയറ്റം ആകർഷകമാകുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. ട്രെബിസാത്ത് നദി 10-12 ചാലുകളായി പിരിഞ്ഞ് താഴേക്കൊഴുകുന്നത് കാരണം നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഒന്നിച്ചു കാണാവുന്ന ഒരിടമാണ് ക്രാബീസ്. എണ്ണച്ചായ ചിത്രം പോലെ തോന്നിക്കുന്ന മനോഹരമായ ഒരു പ്രദേശം. ട്രെബിസാത്തിലെ നീരൊഴുക്ക് വർദ്ധിക്കുന്ന മാസങ്ങളിൽ ഇവ കൂടിക്കലർന്ന് ഒറ്റ വെള്ളച്ചാട്ടമായി മാറുന്നുണ്ട്. 25 മീറ്ററാണ് ഇതിന്റെ ഏകദേശ ഉയരം. 120 മീറ്റർ വീതിയിൽ അർദ്ധവൃത്താകൃതിയിലാണ് ഇത് താഴേക്ക് പതിക്കുന്നത്. സാധാരണ സമയങ്ങളിൽ സഞ്ചാരികൾക്ക് ഇവിടെ നീന്തിക്കുളിക്കാൻ കഴിയുന്ന അത്രയും ആഴമേ ഉണ്ടാവാറുള്ളൂ. ഹെർസഗോവിനയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കൂടിയാണിത്. ഇതിന്റെ അടുത്തേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബോട്ട് സർവീസുകളും വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന കഫേകളും മറ്റും ഈ മാസങ്ങളിൽ വല്ലപ്പോഴുമേ പ്രവർത്തിക്കാറുള്ളൂ. താഴേക്ക് പതിക്കുന്ന വെള്ളത്തിന്റെ ഊക്കുമൂലം കരയിലേക്ക് വീശിയടിക്കുന്ന ചാറ്റലിലൂടെ നടന്നിറങ്ങി വേണം വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ക്രൊയേഷ്യൻ ദിശയിലേക്കാണ് ട്രെബിസാത്ത് ഒഴുകി നീങ്ങുന്നതും. ക്രിസ്തുമത വിശ്വാസികളുടെ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പട്ടികയിൽ വരുന്ന മധുഗോർജ ദേവാലയവും ഈ വഴിയിലാണ് കടന്നുവരുന്നത്. 6 ആട്ടിടയ ബാലന്മാർ മേരിയെ നേരിൽ കണ്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മധുഗോർജയിൽ 3 ദശലക്ഷം തീർത്ഥാടകരെങ്കിലും പ്രതിവർഷം എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ. മെതുഗോർജ് ദേവാലയത്തെക്കുറിച്ച് ജേർണിസ്റ്റ് മുമ്പ് ചെയ്ത എപ്പിസോഡ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.